മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ജീവിതം സിനിമയാക്കണമെന്ന ആഗ്രഹം വെളിപ്പെടുത്തി മകനും എംഎൽഎയുമായ ചാണ്ടി ഉമ്മൻ. കേരളത്തിന്റെ ജനപ്രിയ നേതാവായിരുന്ന മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അന്നും ഇന്നും ജനമനസ്സിൽ നിലകൊള്ളുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ജീവിതം സിനിമയാക്കിയാൽ ഇരുകൈയോടുകൂടിയായിരിക്കും ജനങ്ങൾ സ്വീകരിക്കുന്നത്. ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നതിലുപരി ജനങ്ങളെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച ഒരു പച്ചയായ മനുഷ്യനെന്നുകൂടി അദ്ദേഹത്തെ കുറിച്ച് പറയേണ്ടി വരും. അദ്ദേഹത്തിന്റെ പാത പിന്തുടർന്നുകൊണ്ടാണ് മകനായ ചാണ്ടി ഉമ്മനും ജനങ്ങളോടൊപ്പം നിൽക്കുന്നത്. നടൻ നാദിർ ഷായ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് ചാണ്ടി സിനിമാ കാര്യം തുറന്നു പറഞ്ഞത്. സിനിമയുടെ പേര് ഉമ്മൻചാണ്ടി എന്ന് തന്നെയാവണമെന്നും ഉമ്മൻചാണ്ടിയായി മമ്മൂട്ടി അഭിനയിക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. എനിക്കൊരു സിനിമ എടുക്കണമെന്ന ആഗ്രഹമുണ്ട്. എൻ്റെ പിതാവിൻ്റെ പേരിലുള്ള സിനിമ. അദ്ദേഹത്തിന്റെ ജീവിതയാത്ര ഉമ്മൻചാണ്ടി എന്ന പേരിൽ തന്നെ സിനിമ എടുക്കണമെന്നാണ് ആഗ്രഹം. അദ്ദേഹത്തിന്റെ വേഷം മമ്മൂട്ടി ചെയ്താൽ നന്നാവുമെന്ന് തോന്നുന്നു. പിതാവിന്റെ പേരിലുള്ള ഫൗണ്ടേഷന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് കണ്ടെത്താൻ കൂടിയാണ് അത്തരമൊരു ചിത്രത്തെക്കുറിച്ച് ആലോചിക്കുന്നത്. അദ്ദേഹത്തിന്റെ ലെഗസി ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ സിനിമയിലൂടെ സാധിക്കുമെന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു. സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ എന്ന ചോദ്യത്തിന് ആലോചിക്കാമെന്നും വേണമെങ്കിൽ വില്ലൻ റോളുകൾ ചെയ്യാമെന്നും അദ്ദേഹം പറഞ്ഞു. ആരെങ്കിലും വിളിച്ചാലല്ലേ അഭിനയിക്കാൻ പറ്റൂ എന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു. താൻ വിളിച്ചാൽ അഭിനയിക്കാൻ വരണമെന്നും അപ്പോൾ തിരക്കാണെന്ന് പറഞ്ഞ് മാറിക്കളയരുതെന്നും സംവിധായകൻ കൂടിയായ നാദിർ ഷാ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് വളരെ കൂളായി നിൽക്കുന്ന ചാണ്ടി ഉമ്മന്റെ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. ഇതിനെക്കുറിച്ചും അഭിമുഖത്തിൽ സംസാരിക്കുകയുണ്ടായി. താൻ എപ്പോഴും അങ്ങനെയാണെന്നാണ് ചാണ്ടി പറഞ്ഞത്. മാത്രമല്ല 5 പതിറ്റാണ്ടിലേറെയായി പുതുപ്പള്ളിക്ക് ഉമ്മൻചാണ്ടിയുമായി വൈകാരികമായ ഒരു ബന്ധമുണ്ട്. മണ്ഡലവും നേതാവും തമ്മിൽ വേർപിരിയാനാവാത്ത വിധം ആഴമേറിയ ബന്ധമായിരുന്നു അത്. 1970 ഒരു രാഷ്ട്രീയ പരീക്ഷണമായി തുടങ്ങിയത് പിന്നീട് കേരളത്തിലെ ഏറ്റവും ശാശ്വതമായ തിരഞ്ഞെടുപ്പ് പാരമ്പര്യങ്ങളിൽ ഒന്നായി മാറി. ഒരു ജനപ്രിയ മുഖ്യമന്ത്രി എന്ന നിലയിൽ മായാത്ത വിധം എഴുതപ്പെട്ടു. 1970 പുതുപ്പള്ളിയിൽ ഒരു ചെറുപ്പക്കാരനായ ചാണ്ടിയെ മത്സരിപ്പിക്കാനുള്ള നീക്കം സംസ്ഥാനത്ത് കോൺഗ്രസ് പാർട്ടിയെ പുനരുജ്ജീവിപ്പിക്കാനുള്ള തീരുമാനത്തിന്റെ ഭാഗമായിരുന്നു. എന്നിരുന്നാലും അത് ചരിത്രത്തിലെ ഒരു ഏടായി അവസാനിച്ചു. അത് ഇപ്പോഴും തോൽപ്പിക്കാനാവാത്തതാണ്. 1970കളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയേക്കാൾ വിപ്ലവകരവും ആക്രമണാത്മക വുമായിരുന്നു യൂത്ത് കോൺഗ്രസ്. രാഷ്ട്രീയ നിരീക്ഷകനായ പി സുജാതൻ പറഞ്ഞു. മധ്യ കേരളം, കോട്ടയം, ചങ്ങനാശ്ശേരി എന്നിവിടങ്ങളിൽ ചാണ്ടിക്ക് നല്ല സ്വാധീനമുണ്ടായിരുന്നു. തിരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കോൺഗ്രസ് ഒരു തലമുറ മാറ്റം ആഗ്രഹിച്ചതിനാൽ അദ്ദേഹത്തെ പുതുപ്പള്ളിയിൽ മത്സരിപ്പിച്ചു. ആ വർഷം തെങ്ങ് തന്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായി ഉപയോഗിച്ചുകൊണ്ട് ചാണ്ടി മുതിർന്ന CPI നേതാവ് EM ജോർജിനെ പരാജയപ്പെടുത്തി. ഒരു തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആദ്യ അനുഭവത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ പ്രചാരണങ്ങളെയും തന്ത്രങ്ങളെയും കുറിച്ച് തനിക്ക് അന്ന് അറിവില്ലായിരുന്നുവെന്നും അദ്ദേഹം ഒരു അഭിമുഖത്തിൽ സമ്മതിച്ചിരുന്നു. അതേസമയം നിയമസഭാ മണ്ഡലത്തിലെ വിജയത്തിനു ശേഷമുള്ള വികാരഭരിതമായ നിമിഷങ്ങൾ ജനങ്ങളുടെ കണ്ണ് നനയിപ്പിച്ച കാഴ്ചയായി മാറിയിരുന്നു. ഞങ്ങൾ വിജയിച്ചു അപ്പ. കേരളത്തിലെ പുതുപ്പള്ളി നിയമസഭാ മണ്ഡലത്തിലെ വിജയത്തിനു ശേഷം ചാണ്ടി ഉമ്മൻ വികാരഭരിതരായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതി. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ശവകുടീരത്തിനരികിൽ നിൽക്കുന്ന തന്റെ ഫോട്ടോ പങ്കിട്ടു. മെയ് 4 തിങ്കളാഴ്ച പുതുപ്പള്ളിയിൽ കോൺഗ്രസ് നേതാവ് മികച്ച വിജയം നേടി. ആകെ 84,031 വോട്ടുകൾ നേടി. CPMന്റെ KM രാധാകൃഷ്ണനെ 53,907 വോട്ടുകളുടെ വൻ ഭൂരിപക്ഷത്തിന് പരാജയപ്പെടുത്തി. ചിലവ് ചുരുക്കുന്നതിനായി ഫ്ലെക്സ് ബോർഡുകളും പോസ്റ്ററുകളും പൂർണ്ണമായും ഒഴിവാക്കി. വോട്ടർമാരെ നേരിട്ട് കാണാൻ മണ്ഡലത്തിലൂടെ സൈക്കിളിൽ സഞ്ചരിച്ച 40-കാരനായ നേതാവിന്റെ പ്രചാരണം വേറിട്ട് നിൽക്കുകയും ചെയ്തിരുന്നു. പ്രചാരണ ഫണ്ട് മണ്ഡലത്തിലെ വീടില്ലാത്തവർക്ക് വീട് നിർമ്മിക്കാൻ ഉപയോഗിക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു. 1970 മുതൽ 2023 വരെ 53 വർഷം തുടർച്ചയായി മണ്ഡലത്തെ പ്രതിനിധീകരിച്ച തന്റെ പിതാവ് ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ പാരമ്പര്യത്തെയും പുതുപ്പള്ളിയുടെ വിധി പ്രതിഫലിപ്പിക്കുന്നു. ഇത് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ സമാനതകളില്ലാത്ത റെക്കോർഡാണ്. 2023 ഉപതെരഞ്ഞെടുപ്പിൽ ചാണ്ടി ഉമ്മൻ 37,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെ നിർണായക വിജയം നേടിയിരുന്നു. ചാണ്ടിയെയും രാധാകൃഷ്ണനെയും കൂടാതെ പുതുപ്പള്ളിയിൽ നിന്നും 4 സ്ഥാനാർത്ഥികൾ കൂടി മത്സരിച്ചു. അതിൽ രവീന്ദ്രനാഥ് വാകത്താനം, സാബു മേലേക്കാടൻ, പോൾ പി ചാക്കോ, റിച്ചോ മോൻ മാത്യു എന്നിവരും ഉൾപ്പെടുന്നു. കേരളത്തിലുടനീളം കോൺഗ്രസ് നയിക്കുന്ന UDF ശക്തമായ പ്രകടനമാണ് പ്രാരംഭ ട്രെൻഡുകൾ സൂചിപ്പിക്കുന്നത്. അവർ നിരവധി മണ്ഡലങ്ങൾ ലീഡ് ചെയ്യുകയും ഗണ്യമായ തിരിച്ചുവരവ് നടത്തുകയും ചെയ്തു. ഈ പശ്ചാത്തലത്തിൽ പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മന്റെ തകർപ്പൻ ഭൂരിപക്ഷം സംസ്ഥാനത്തെ ഇതുവരെയുള്ള ഏറ്റവും നിർണായക വിജയങ്ങളൊന്നായി വേറിട്ടു നിന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.